നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ടായിട്ടും എന്തൊക്കെയോ കുറവുള്ളതുപോലെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? രാവിലെ ഉറക്കമുണരുമ്പോൾ അകാരണമായ ഒരു സങ്കടമോ അല്ലെങ്കിൽ എത്ര വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയാലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ സന്തോഷം ഇല്ലാതാകുന്ന അവസ്ഥയോ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? നമ്മളിൽ പലരും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഓടുകയാണ്. നല്ലൊരു ജോലി, സ്വന്തമായൊരു വീട്, ബാങ്ക് ബാലൻസ്, വിലകൂടിയ വാഹനം, അങ്ങനെ പലതും. എന്നാൽ ഇവയെല്ലാം സ്വന്തമാക്കിയാലും നമ്മുടെ ഉള്ളിലെ ശൂന്യത മാറുന്നില്ല. എപ്പോഴും നമുക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് നമ്മൾ വിഷമിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യന്റെ തലച്ചോറ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തന്നെ നെഗറ്റീവായ കാര്യങ്ങളെ വേഗത്തിൽ കണ്ടെത്താനാണ്. പ്രാചീനകാലത്ത് വന്യമൃഗങ്ങളിൽ നിന്നും മറ്റ് അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ മനുഷ്യനെ സഹായിച്ചത് ഈ ഒരു ചിന്താഗതിയാണ്. എന്നാൽ ഇന്ന് നമുക്ക് ചുറ്റും വന്യമൃഗങ്ങളില്ല, പകരം സ്ട്രെസ്, ഉത്കണ്ഠ, ഭയം എന്നിവയാണുള്ളത്. നമ്മുടെ തലച്ചോറ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് പഴയ രീതിയിലാണ്. അതുകൊണ്ടാണ് 100 നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നാലും നടന്ന ഒരു ചെറിയ മോശം കാര്യത്തെക്കുറിച്ച് ഓർത്ത് നമ്മൾ ദിവസം മുഴുവൻ സങ്കടപ്പെടുന്നത്. ഈ അവസ്ഥയെ എങ്ങനെ മാറ്റാം? നമ്മുടെ തലച്ചോറിനെ പോസിറ്റീവായി ചിന്തിക്കാൻ എങ്ങനെ പരിശീലിപ്പിക്കാം? ഇവിടെയാണ് നന്ദി പ്രകടിപ്പിക്കുക എന്നതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു മാന്ത്രിക താക്കോലാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഈ വീഡിയോ മുന്നോട്ടു പോകുന്നതിന് മുൻപായി ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഈ വിഷയം നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താൽപ്പര്യമുള്ളതാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. നന്ദി പ്രകടിപ്പിക്കുക എന്നത് കേവലം ഒരു വാക്കു മാത്രമല്ല, അതൊരു ജീവിത രീതിയാണ്. നമുക്ക് ചുറ്റുമുള്ള നല്ല കാര്യങ്ങളെ തിരിച്ചറിയാനും അവയ്ക്ക് വില നൽകാനും നമ്മെ സഹായിക്കുന്ന ഒരു പ്രക്രിയയാണിത്. രാവിലെ ഉണരുമ്പോൾ ശ്വസിക്കാൻ കഴിയുന്ന വായു, കുടിക്കാൻ ലഭിക്കുന്ന ഒരു ഗ്ലാസ് ശുദ്ധജലം, നമ്മെ സ്നേഹിക്കാൻ ചുറ്റുമുള്ള മനുഷ്യർ, കഴിക്കാൻ ലഭിക്കുന്ന ഭക്ഷണം തുടങ്ങി വളരെ നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ പോലും പലർക്കും ഒരു വലിയ സ്വപ്നമാണ്. ഇത് തിരിച്ചറിയുന്ന നിമിഷം മുതൽ നമ്മുടെ ജീവിതം മാറിമറിയാൻ തുടങ്ങും. നന്ദിയുള്ള ഒരു മനസ്സ് ഒരിക്കലും പരാതിപ്പെടില്ല. പരാതികളില്ലാത്ത മനസ്സിൽ മാത്രമേ യഥാർത്ഥ സന്തോഷം നിലനിൽക്കുകയുള്ളൂ. സയൻസ് പറയുന്നത് നന്ദി പ്രകടിപ്പിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഡോപാമിൻ, സെറോട്ടോണിൻ തുടങ്ങിയ സന്തോഷം നൽകുന്ന രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നാണ്. ഇത് നമ്മുടെ ഉത്കണ്ഠ കുറയ്ക്കാനും വിഷാദരോഗത്തിൽ നിന്ന് പുറത്തുകടക്കാനും കൂടുതൽ ഊർജ്ജസ്വലതയോടെ ജീവിതത്തെ നേരിടാനും സഹായിക്കുന്നു. എന്നാൽ വെറുതെ മനസ്സിൽ നന്ദി വിചാരിച്ചാൽ മതിയോ? അതിന് ഏറ്റവും മികച്ചതും പ്രായോഗികവുമായ ഒരു വഴിയുണ്ട്. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്? ലളിതമായി പറഞ്ഞാൽ, ഓരോ ദിവസവും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുന്ന കാര്യങ്ങൾ ഒരു പുസ്തകത്തിൽ എഴുതിവെക്കുന്ന ശീലത്തെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്ന് വിളിക്കുന്നത്. നമ്മൾ സാധാരണയായി ഡയറി എഴുതാറുണ്ട്. ആ ഡയറിയിൽ പലപ്പോഴും നമ്മുടെ സങ്കടങ്ങളും ദേഷ്യവും നിരാശകളുമായിരിക്കും കൂടുതലുണ്ടാകുക. എന്നാൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എന്നത് തികച്ചും വ്യത്യസ്തമാണ്. അവിടെ പോസിറ്റീവായ കാര്യങ്ങൾക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന ഏറ്റവും മനോഹരമായ നിമിഷങ്ങളെ, നിങ്ങളെ സഹായിച്ച വ്യക്തികളെ, നിങ്ങൾക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളെ രേഖപ്പെടുത്തി വയ്ക്കുന്ന ഒരു പുസ്തകമാണിത്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എങ്ങനെ തുടങ്ങാം? പലർക്കും ഈ ശീലം തുടങ്ങാൻ വലിയ ആഗ്രഹമുണ്ടെങ്കിലും എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ എഴുതണം എന്നതിനെക്കുറിച്ച് വലിയ ആശയക്കുഴപ്പം ഉണ്ടാകാറുണ്ട്. വളരെ ലളിതമായി നിങ്ങൾക്ക് ഈ ശീലം തുടങ്ങാൻ സാധിക്കും. അതിനുള്ള ചില പ്രധാന വഴികൾ താഴെ പറയുന്നവയാണ്. ഒരു പുസ്തകവും പേനയും തിരഞ്ഞെടുക്കുക. ഏറ്റവും ആദ്യത്തെ പടി എന്നത് ഇതിനായി മാത്രം ഒരു പുസ്തകം മാറ്റിവെക്കുക എന്നതാണ്. ഫോണിലെ നോട്ട്പാഡിലോ കമ്പ്യൂട്ടറിലോ ടൈപ്പ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് സ്വന്തം കൈപ്പടയിൽ ഒരു പുസ്തകത്തിൽ എഴുതുന്നതാണ്. എഴുതുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ ആ പ്രവൃത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റി തോന്നുന്ന ഒരു പുസ്തകം ഇതിനായി തിരഞ്ഞെടുക്കാം. ദിവസവും നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപോ അല്ലെങ്കിൽ രാവിലെ ഉണർന്നയുടനെയോ ഇത് എഴുതാനായി ഒരു പ്രത്യേക പേനയും മാറ്റിവെക്കുക. സ്ഥിരമായ ഒരു സമയം കണ്ടെത്തുക. ഏതൊരു പുതിയ ശീലവും ജീവിതത്തിന്റെ ഭാഗമാകണമെങ്കിൽ അതിനൊരു കൃത്യത ആവശ്യമാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗിനും ഇത്തരത്തിൽ ഒരു സമയം കണ്ടെത്തുക. ഒന്നുകിൽ രാവിലെ എഴുന്നേറ്റയുടനെ എഴുതാം. ഇത് നിങ്ങളുടെ ദിവസം മുഴുവൻ പോസിറ്റീവായിരിക്കാൻ സഹായിക്കും. അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപായി എഴുതാം. ദിവസം മുഴുവൻ നടന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ശാന്തമായ മനസ്സോടെ ഉറങ്ങാൻ ഇത് നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണോ അത് തിരഞ്ഞെടുക്കുക. അതിൽ ഉറച്ചു നിൽക്കുക. ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക. നന്ദി പറയാൻ വലിയ അത്ഭുതങ്ങൾ തന്നെ ജീവിതത്തിൽ നടക്കണം എന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. അങ്ങനെയല്ല, വളരെ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക. ഉദാഹരണത്തിന്, ഇന്ന് രാവിലെ എനിക്ക് നല്ല ചൂടുള്ള കാപ്പി കുടിക്കാൻ സാധിച്ചു, അതിന് നന്ദി. ഇന്ന് ജോലിസ്ഥലത്തേക്ക് പോകുമ്പോൾ നല്ല കാലാവസ്ഥയായിരുന്നു, അതിന് നന്ദി. എന്റെ സുഹൃത്ത് എന്നെ വിളിച്ച് എന്റെ സുഖവിവരങ്ങൾ അന്വേഷിച്ചു, അതിന് നന്ദി. എന്നിങ്ങനെ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ എഴുതുക. ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ചിന്താഗതിയെ വലിയ രീതിയിൽ മാറ്റും. വ്യക്തതയോടെ എഴുതുക. എഴുതുമ്പോൾ വെറുതെ എന്റെ കുടുംബത്തിന് നന്ദി എന്ന് എഴുതുന്നതിന് പകരം കൂടുതൽ വ്യക്തതയോടെ എഴുതാൻ ശ്രമിക്കുക. ഇന്ന് ഞാൻ വളരെ ക്ഷീണിച്ചാണ് വീട്ടിൽ വന്നത്,
അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണമുണ്ടാക്കി വെച്ച എൻ്റെ അമ്മയോട് ഞാൻ അതിയായി നന്ദി പറയുന്നു എന്നെഴുതുമ്പോൾ അതിന് കൂടുതൽ അർത്ഥം കൈവരുന്നു. നിങ്ങൾ എന്തിനാണ് നന്ദി പറയുന്നത്, അത് നിങ്ങളിൽ എന്ത് വികാരമാണ് ഉണ്ടാക്കിയത് എന്ന് വ്യക്തമായി എഴുതുന്നത് നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ ആഴത്തിൽ സ്വാധീനിക്കും. ആവർത്തനം ഒഴിവാക്കാൻ ശ്രമിക്കുക. ദിവസവും ഒരേ കാര്യങ്ങൾ തന്നെ എഴുതിയാൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതൊരു ബോറടിപ്പിക്കുന്ന ഏർപ്പാടായി മാറും. അതിനാൽ എന്നും പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ തലച്ചോറിന് നൽകുന്ന ഒരു വ്യായാമമാണ്. ഇന്ന് എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത് എന്ന് നിങ്ങളുടെ തലച്ചോറ് സ്വയം അന്വേഷിക്കാൻ തുടങ്ങും. മുൻപ് നിങ്ങൾ ശ്രദ്ധിക്കാതെ വിട്ടിരുന്ന പല നല്ല കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. ഒരു പുഞ്ചിരി, ഒരു നല്ല പാട്ട്, വഴിയിൽ കണ്ട ഒരു മനോഹരമായ കാഴ്ച എല്ലാം നിങ്ങളുടെ ജേണലിൽ വരാം. നെഗറ്റീവായ കാര്യങ്ങളിലും പോസിറ്റീവ് കണ്ടെത്തുക. എല്ലാ ദിവസവും നല്ലത് മാത്രമായിരിക്കില്ല നടക്കുന്നത്. ചില ദിവസങ്ങളിൽ നമ്മൾ പരാജയപ്പെട്ടേക്കാം. മറ്റുള്ളവരിൽ നിന്ന് മോശം അനുഭവമുണ്ടായേക്കാം. അത്തരം ദിവസങ്ങളിൽ എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതും എന്നൊരു ചോദ്യം വരാം. ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലും നമ്മൾ എന്തെങ്കിലും ഒരു പാഠം പഠിച്ചിട്ടുണ്ടാകും. ഇന്നത്തെ ദിവസം വളരെ മോശമായിരുന്നു, പക്ഷേ അതിൽ നിന്ന് എനിക്ക് ഇന്ന കാര്യം പഠിക്കാൻ സാധിച്ചു. ആ പാഠത്തിന് നന്ദി എന്നെഴുതാൻ കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മാനസിക വളർച്ചയുടെ ഏറ്റവും വലിയ തെളിവാണ്. പ്രതിസന്ധികളെ നേരിടാനുള്ള വലിയൊരു കരുത്താണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ. തുടർച്ചയായി കുറച്ചുനാൾ ഈ ശീലം പിന്തുടർന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തും. ആദ്യം സംഭവിക്കുന്ന മാറ്റം നിങ്ങളുടെ ഉറക്കത്തിലായിരിക്കും. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നാളത്തെ പ്രശ്നങ്ങളെക്കുറിച്ചോ കഴിഞ്ഞുപോയ സങ്കടങ്ങളെക്കുറിച്ചോ ചിന്തിക്കുന്നതിനു പകരം ഇന്ന് നടന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നു. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നല്ല ഉറക്കം ലഭിക്കുന്നു. രണ്ടാമതായി, നിങ്ങളുടെ ബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിന് പകരം അവരിലെ നല്ല വശങ്ങൾ നിങ്ങൾ കാണാൻ തുടങ്ങും. നിങ്ങളുടെ പങ്കാളി, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ എന്നിവരോടുള്ള നിങ്ങളുടെ പെരുമാറ്റം കൂടുതൽ സ്നേഹപൂർണ്ണമാകും. അവർ ചെയ്യുന്ന ചെറിയ സഹായങ്ങൾക്ക് പോലും നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുമ്പോൾ ആ ബന്ധം കൂടുതൽ ദൃഢമാകുന്നു. മൂന്നാമതായി, നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. നിങ്ങൾക്ക് എന്തിനൊക്കെ കുറവുണ്ട് എന്ന് ചിന്തിക്കുന്നതിന് പകരം നിങ്ങളുടെ കഴിവുകളെയും നിങ്ങൾക്ക് ലഭിച്ച അവസരങ്ങളെയും നിങ്ങൾ തിരിച്ചറിയുന്നു. ഇത് പുതിയ കാര്യങ്ങൾ ചെയ്യാനും വലിയ സ്വപ്നങ്ങൾ കാണാനുമുള്ള ധൈര്യം നിങ്ങൾക്ക് നൽകുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളെ ഒരു പുഞ്ചിരിയോടെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും. ഉത്കണ്ഠയും സ്ട്രെസ്സും നിങ്ങളിൽ നിന്ന് പതുക്കെ വിട്ടുപോകുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാൻ കഴിയും. പലപ്പോഴും നമ്മൾ സന്തോഷമെന്നത് ഭാവിയിൽ എപ്പോഴോ ലഭിക്കാൻ പോകുന്ന ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. എനിക്കൊരു ജോലി ലഭിക്കുമ്പോൾ ഞാൻ സന്തോഷവാനാകും, എൻ്റെ കടങ്ങൾ തീരുമ്പോൾ ഞാൻ സമാധാനമായി ജീവിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നു. എന്നാൽ സന്തോഷമെന്നത് ഇന്നിൽ ഈ നിമിഷത്തിൽ കണ്ടെത്തേണ്ട ഒന്നാണ്. അതിനുള്ള ഏറ്റവും നല്ല വഴിയാണ് നിങ്ങളുടെ മുന്നിലുള്ള ഓരോ ചെറിയ കാര്യങ്ങൾക്കും നന്ദി പറയുക എന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതാൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് യാന്ത്രികമായി കാര്യങ്ങൾ ചെയ്യുന്നതുപോലെ തോന്നിയേക്കാം. ഒന്നും എഴുതാൻ കിട്ടാത്ത അവസ്ഥ വന്നേക്കാം. അത് തികച്ചും സ്വാഭാവികമാണ്. എങ്കിലും ഈ ശീലം ഉപേക്ഷിക്കാതിരിക്കുക. ദിവസവും ചുരുങ്ങിയത് 3 കാര്യങ്ങളെങ്കിലും എഴുതാൻ ശ്രമിക്കുക. 21 ദിവസങ്ങൾ തുടർച്ചയായി ഈ ശീലം പിന്തുടർന്നാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടായി നിങ്ങൾക്ക് തോന്നില്ല. പകരം അതൊരാവശ്യമായി മാറും. ഭക്ഷണം കഴിക്കുന്നതുപോലെയോ പല്ല് തേക്കുന്നതുപോലെയോ നിങ്ങളുടെ ദിനചര്യയുടെ മാറ്റാനാവാത്ത ഒരു ഭാഗമായി ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് മാറും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുവെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ജീവിതം എന്നത് നമുക്ക് ലഭിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള വിലാപമല്ല, മറിച്ച് നമുക്ക് ലഭിച്ച അത്ഭുതങ്ങളെക്കുറിച്ചുള്ള ആഘോഷമാണ്. ഇന്ന് തന്നെ, ഈ നിമിഷം തന്നെ നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ആരംഭിക്കുക. നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും മാറിമറിയുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി കാണാം. അതുവരെ നിങ്ങളുടെ ചുറ്റുമുള്ള സൗഭാഗ്യങ്ങളെ തിരിച്ചറിയുക. നന്ദിയുള്ളവരായിരിക്കുക.